ഞാൻ ശാന്തശീലനും വിനീതഹൃദയനുമാകിയാൽ നിങ്ങൾ എൻ്റെ മുഖം വഹിക്കുകയും എന്നിൽ നിന്ന് പഠിക്കുകയും. മത്തായിയുടെ സുവിശേഷം 11-ാം അധ്യായം 29-ാമത്തെ വചനമാണ്. ബ്രദർ അനുഭവം പറയാനാണ് ബ്രദർ പറഞ്ഞത്. അപ്പം ഈ ഒരു വചനം, സോറി ക്രിസ്, മനസ്സിലാവുന്നുണ്ടല്ലേ? ഓക്കെ. ഞാൻ ബ്രദറിൻ്റെ ഈ ശാന്തത, വളരെ ശാന്തമായിട്ട്, അതും എപ്പോഴും വചനം കോട്ട് ചെയ്തുകൊണ്ടുള്ള ഒരു ക്ലാസ്സിനെ വളരെ എന്നെ ടച്ച് ചെയ്തു. റോഷിറ്റ പറഞ്ഞു ഇവിടുന്ന് ഒത്തിരി തോമസ് പോളുമാരുണ്ടാകട്ടെ എന്ന്. അപ്പം പെട്ടെന്ന് എൻ്റെ മനസ്സിൽ പോയി വേറൊരു ചിന്തയുണ്ട്. നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ ഒത്തിരി തോമസ് പോളുമാരുണ്ടായിരുന്നു. അത് ഇന്ന് എത്ര തോമസ് പോളുമാരുണ്ട് എന്നുള്ളതും നമ്മളുടെ മുൻപിലൊരു ചോദ്യചിഹ്നമാണ്. അതുപോലെ തന്നെ ഇറ്റലിയിലാണ് ആദ്യം നമ്മളോട് ചോദിക്കുന്നത് നിൻ്റെ പേരെന്താണ്, പിന്നെ ചോദിക്കുന്നത് നിൻ്റെ പ്രായം എത്രയായെന്ന്. അത് ഇറ്റലിയുടെ ഒരു സ്റ്റൈലാണ്. പക്ഷേ ബ്രദറിനെ കണ്ടപ്പോൾ എനിക്ക് പലതവണ ചോദിക്കണമെന്ന് തോന്നി, ബ്രദറെ എത്ര വയസ്സായി? കാരണം ഇവിടെ ആകെ 1-2 അമ്മമാരെ ഉള്ളായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എല്ലാവരും നമ്മൾ യങ്സ്റ്റേഴ്സാണ്. പക്ഷെ നമ്മൾ ഒത്തിരി, ഞാൻ ഇന്നലെ ഉറങ്ങിപ്പോയി ഒത്തിരി ലോട്ട് ബ്രദർ കുറച്ച് സമയം മിനിങ്ങാന്നും ഒന്നിങ്ങനെ ഒന്നാടി. നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇപ്പം എൻ്റെ 96-ൽ ഞാൻ മഠത്തിൽ ചേർന്നതാണ്. പിന്നെ ഫോർമേഷൻ 3 years, പിന്നെയുള്ള റിലീജിയസ് ലൈഫിൽ ഒത്തിരി ധ്യാനങ്ങൾ, വാർഷിക ധ്യാനം കമ്പൽസറിയാണ്. 40 days, then 25 days, ഒത്തിരി ധ്യാനം കൂടിയിട്ടുണ്ട്. പക്ഷേ ഇത്രയും ഹെവി ആയിട്ടുള്ളൊരു ധ്യാനം ഒരിക്കലും ഞാൻ കൂടിയിട്ടില്ല. റീമ പറഞ്ഞു, ഒരു ദിവസം ഞങ്ങൾ റീമയെ വിളിച്ച് 12 മണിയായപ്പോൾ പറഞ്ഞു ധ്യാനം കഴിഞ്ഞിങ്ങ് കയറിയതേ ഉള്ളെന്ന്. അത് കേട്ടപ്പോൾ എനിക്ക് ഇച്ചിരിയുടെ പെടി. 12 മണി വരെ ഒരു ധ്യാനം. പക്ഷേ എങ്ങനെ ഇത് മെയിൻറ്റെയിൻ ചെയ്തു, അതൊരു വലിയൊരു ചോദ്യമായിരുന്നു. അതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. സങ്കീർത്തനം 1. ഹാപ്പി ആർ ദോസ് who do not follow the advice of the wicked, or take the path that sinners tread, or sit in the seat of scoffers, but their delight is in the law of the Lord, and on his law they meditate day and night. They are like trees planted by streams of waters, which yield their fruit in its season, and the leaves do not wither. In all that they do, they prosper. ഈ നിത്യ യൗവനത്തിൻ്റെ രഹസ്യം ഈ വചനത്തിൽ നിന്ന് നമുക്ക് കിട്ടി. അപ്പം ഒന്നും വചനത്തിൻ്റെ അപ്പുറത്തോട്ട് തിരുസഭാ പിതാക്കന്മാരുടെ പഠനങ്ങളുടെ അപ്പുറത്തോട്ട് കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച് ചില ചോദ്യങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ എൻ്റെ തമ്പുരാൻ ഇതെവിടെ കൊണ്ട് ഇടിക്കും ഇങ്ങനെ ഓർത്ത് ഇതെങ്ങോട്ടായി പോകുന്നതെന്ന് ഇങ്ങനെ ഓർത്ത് നിന്ന് കഴിഞ്ഞപ്പോഴത്തേക്ക് വളരെ കൃത്യം. കാറ്റഗിസം ഓഫ് ദ കാത്തലിക് ചർച്ച്, ബൈബിള്, ഇതിൻ്റെ അപ്പുറത്തോട്ട് നമുക്ക് ഒന്നും വേണ്ട. അതാണ് എനിക്ക് ധ്യാനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത്. പിന്നെ ബ്രദർ പറഞ്ഞു ബറാബാസിൻ്റെ ഭാഗം ഓൾറെഡി കഴിഞ്ഞു, ഇനി ഈശോ വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ പുള്ളി, കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈബിൾ എന്നുള്ളൊരു ടൈറ്റിൽ എൻ്റെ പേര് വന്നതുകൊണ്ട്, സിസ്റ്റർ ആൻസിൻ തിയോളജിയിൽ സ്പിരിച്വാലിറ്റി എന്നെക്കാട്ടിലും ഒത്തിരി ആത്മീയതയിൽ പോകുന്നയാളാണ്. അതുകൊണ്ട് സ്പിരിച്വലായിട്ട് എന്നെ സംശയം ഉണ്ടല്ലോ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ ആൻസിനൊരു വലിയൊരു ഗുഡ് ന്യൂസ് നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട്. ആൻസിൻ്റെ ഒരു ബ്രദർ എല്ലാം പറയും, MSc കമ്പ്യൂട്ടർ സയൻസ് കഴിഞ്ഞ ഒരു ബ്രദറിനെ കുറിച്ചൊരു ന്യൂസ് പുള്ളിക്ക് പറയാനുണ്ട്. അങ്ങനെ ഒത്തിരി കാര്യങ്ങളും നിങ്ങൾക്ക് കേൾക്കാനുണ്ട്. അപ്പം ഈശോയെ ഇങ്ങോട്ട് സ്വാഗതം ചെയ്തുകൊണ്ട്